Hello everyone. Welcome to yet another vlog of MacCubes. So friends, നമ്മളിന്ന് വ്ളോഗ് ചെയ്യാത്തിരിക്കുന്നത് തേറ്റമല എസ്റ്റേറ്റിലാണ്. മാനന്തവാടി കല്ലോടി റോഡിൽ നിന്നും 10 കിലോമീറ്റർ താണ്ടി തേറ്റമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് 12 മൈൽ വഴിയും കണ്ടത്തോല് വഴിയും ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. പോകുന്ന വഴിയിൽ തന്നെ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു ഘടകം. നമ്മളുടെ ഡെസ്റ്റിനേഷൻ്റെ എൻട്രൻസിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപിടിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സ്പോട്ടിലേക്ക് യാതൊരുവിധ ടിക്കറ്റ് ചാർജസും ഒന്നുമില്ല. ഇറ്റ്സ് ട്രൂലി ഫ്രീ ആണ് സർവീസ്. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോന് നല്ല റീച്ച് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തേറ്റമലയിലാണ്. അപ്പം ആ കാണുന്ന കുരിശുമലയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വ്ളോഗിനിടയിൽ ഒരു 2 ടെക്നിക്കൽ മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റി. ഈ ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റിയില്ല. സോ അതിന് ഞങ്ങൾ സോറി പറയാണ്. സോ റൈറ്റ് നൗ വി ആർ അറ്റ് തേറ്റമല എസ്റ്റേറ്റ്. സോ നമ്മളിപ്പോൾ തേറ്റമല എസ്റ്റേറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പം തേറ്റമല എന്ന അതിമനോഹരമായ എസ്റ്റേറ്റ്. പ്ലേസിൻ്റെ മെയിൻ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പീസ്ഫുൾ ഗ്രീനിഷ് തന്നെയാണ്. നമ്മൾക്ക് പീസ്ഫുള്ളായി സമാധാനപരമായിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടെ വരാം. ഫാമിലിക്ക് വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ഒരു കൂൾ മൂഡ് തന്നെയാണ് ഇവിടെ. നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ കാണിച്ച എസ്റ്റേറ്റ് എന്താ ഇവൻ ഉയരത്തിൽ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ ആചാര്യൻ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഉയരം കൂടും തോടും വ്ളോഗിന് വ്യൂ കൂടും. ഇല്ല മോനെ? നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ സൈഡിലേക്കാണ്. ഇതുവരെ വന്ന പോലെയല്ല ഇനി അങ്ങോട്ടുള്ള പോക്കും. കാരണം കുറച്ച് ഓഫ് റോഡ് ആയിട്ടുണ്ട് വഴിയൊക്കെ. സോ പക്ഷേ 2 സൈഡും നമുക്ക് മനോഹരമായ ഈ തേയിലത്തോട്ടത്തിലെ വ്യൂസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടതൊരു പീസ്ഫുൾ എസ്റ്റേറ്റ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് പാട്ടാണ്. സോ വിൽ ബി ചെക്കിങ് സം ഓഫ് ദ അഡ്വഞ്ചറസ് പാർട്ട്. സോ എനിക്കും കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കാട് കുറച്ച് ഫോറസ്റ്റ് ടൈപ്പിലേക്ക് വന്നിട്ട് നമ്മുടെ എസ്റ്റേറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു വ്യൂ അല്ല നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ലൈക്ക് നമുക്കൊരു ഫോറസ്റ്റ് ടൈപ്പിലേക്കാണ് നമ്മളിപ്പോൾ വ്യൂ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ യു ക്യാൻ സീ ഇറ്റ്. സോ ഈ ഒരു പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. യു വിൽ ഗെറ്റ് ദ ബോത്ത് ഫീൽ. നമുക്ക് 2 രീതിയിലുള്ള
വ്യൂവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം ആദ്യത്തെ നിന്ന പ്ലേസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഫാമിലിക്കായിരിക്കും അവിടെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ളത്. സോ യു ക്യാൻ സീ ദിസ്. ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വഞ്ചറസ് സ്പോർട്ടും ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു അനുഭൂതി. കുറച്ചുകൂടെ നമ്മൾ ഉള്ളിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു അതിമനോഹരമായ വിഷ്വൽസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ താമസിച്ച ഒരു ബംഗ്ലാവ് ഉണ്ട് മുകളിൽ. അതിപ്പോൾ അവിടെ ഉണ്ടോയെന്ന് നമുക്ക് പോയി നോക്കാം. മാത്രമല്ല അവിടെ നമുക്ക് ഈ എസ്റ്റേറ്റിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. സോ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണ് നമുക്ക് കാണാം. അപ്പം അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് സ്കെയറി ആയിട്ടുള്ള പ്ലേസിലേക്കാണ്. സോ please do subscribe, support and share.